ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് പരിഗണിക്കാവുന്ന ധാരാളം പ്രമുഖര് BJP-യിലുണ്ട്, BJP-യുമായി ബന്ധപ്പെട്ടവരുണ്ട്. ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രിമാര്, അല്ലെങ്കിൽ നിലവിലുള്ള ഗവർണർമാര്, അല്ലെങ്കിൽ ഇപ്പോൾ സർക്കാരിന് പുറത്തു നിൽക്കുന്ന പ്രമുഖ BJP സംഘപരിവാർ നേതാക്കള്, ഇവരിൽ നിന്ന് ആരെങ്കിലും ഒരാളെ BJP-ക്ക് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. ഈ ജഗദീപ് ധൻഖർ തന്നെ പശ്ചിമ ബംഗാളിലെ ഗവർണർ ആയിരിക്കുമ്പോഴാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അങ്ങനെ ധാരാളം ഗവർണർമാരുണ്ട്, മിടുക്കന്മാരായ ആളുകളുണ്ട്. അതിൽ തന്നെ ഒരു പ്രമുഖ മലയാളിയുണ്ട്, നമ്മുടെ CV ആനന്ദബോസ്. അദ്ദേഹം പശ്ചിമ ബംഗാളിൽ തന്നെയാണ്. പശ്ചിമ ബംഗാളിൽ അവിടുത്തെ മുഖ്യമന്ത്രി മമതാ ബാനർജിയുമായിട്ടുള്ള യാതൊരു കോംപ്രമൈസും ഇല്ലാത്ത പോരാട്ടങ്ങളിലൂടെയാണ് ജഗദീപ് ധൻഖർ സത്യം പറഞ്ഞാൽ മോദിയുടെയും മറ്റും തന്നിലുണ്ണിയായി മാറുന്നത്. അതുതന്നെയാണ് നമ്മുടെ CV ആനന്ദബോസും കൽക്കത്തയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദീദിയുമായിട്ട് നിരന്തര പോരാട്ടമാണ്. സർക്കാർ ചടങ്ങുകളിൽ പങ്കെടുക്കാനില്ല എന്ന് പോലും അദ്ദേഹം നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോ വേണമെങ്കിൽ നമുക്ക് CV ആനന്ദബോസിന്റെ കാര്യവും ആലോചിക്കാവുന്നേ ഉള്ളൂ. ഗവർണർമാരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളെ ഈ പദവിയിലേക്ക് എടുക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ നമ്മുടെ ആനന്ദബോസ് ഒരു പ്രധാനപ്പെട്ട ഒരു കണ്ടന്ററായിട്ട് അവിടെ ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.